السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبد الله ورسوله الصادق الأمين صلى الله عليه وسلم وعلى آله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം സൂറത്തു അൽ മുജാദലയുടെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ദർസുകളിലായി പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന ആളുകൾ, പൂർവികരായ ആളുകൾ ശപിക്കപ്പെട്ടതുപോലെ, നിന്ദ്യരാക്കപ്പെട്ടതുപോലെ അവർ നിന്ദിക്കപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടും അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷ പരലോകത്ത് ഉണ്ടാകും എന്നുമാണ് 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിലുള്ള ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലൂ അഹ്സാഹുല്ലാഹു വനസൂഹു വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. യൗമ യബ്അസുഹുമുല്ലാഹ്, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്ന് 5-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. വലിൽ കാഫിരീന അദാബും മുഹീൻ, സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. എന്നാണ് ആ ശിക്ഷ എന്നാണ് പറയുന്നത്? യൗമ, ഒരു ദിവസം. യബ്അസുഹുമുല്ലാഹു ജമീഅ, അവരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. ബഅസ യബ്അസു ബഅസൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുക, അയക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശം ബഅസ യബ്അസു ബഅസൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുക, പുനർജീവിപ്പിക്കുക. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അവരെ എല്ലാവരെയും. ജമീഅൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വിട്ടുപോവാതെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസമായിരിക്കും ഈ ശിക്ഷ. അന്ന് ഫയുനബ്ബിഉഹും ബിമാ അമിലൂ. നബ്ബഅ യുനബ്ബിഉ തൻബീഅൻ. നബ്ബഅ എന്ന് പറഞ്ഞാൽ അറിയിക്കുക, വാർത്ത നൽകുക. ഫയുനബ്ബിഉഹും, അന്ന് അല്ലാഹു അവരെ അറിയിക്കും. ബിമാ അമിലൂ, അവർ എന്തൊന്നാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അത്. അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക. അപ്പോൾ ഭൂമിയിൽ വെച്ച് അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കുന്നതാണ്. അഹ്സാഹുല്ലാഹു വനസൂഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എണ്ണിക്കണക്കാക്കി വച്ചിട്ടുണ്ട്.
അഹ്സ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, എണ്ണി ക്ലിയറാക്കുക, കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. അതിനാണ് അഹ്സ എന്ന് പറയുന്നത്. അഹ്സ യുഹ്സി ഇഹ്സാഅൻ. ഇഹ്സ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കൽ, കൃത്യമായി എണ്ണം തെറ്റാതെ കൃത്യമായി കണക്കാക്കി വെക്കുന്നതിനാണ് അത് പറയുന്നത്. അഹ്സാഹുല്ലാഹ്, അവരുടെ അമലുകൾ അള്ളാഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വനസൂഹു, എന്നാൽ മനുഷ്യനോടത് മറന്നുപോയിട്ടുണ്ട്. നസിയ യൻസ നിസിയാനൻ, മറന്നുപോവുക. നസിയ യൻസ നിസിയാനൻ, മറന്നുപോകുക. മനുഷ്യൻ പ്രവർത്തിച്ചത് അവനോട് മറന്നുപോയിട്ടുണ്ട്, പക്ഷേ അള്ളാഹു മറന്നിട്ടില്ല. വല്ലാഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും ഷഹീദുൻ, സാക്ഷിയാകുന്നു. ഷഹിദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക, കണ്ട് സാക്ഷ്യം വഹിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഷഹിദ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഷഹിദ യഷ്ഹദു ഷഹാദത്തൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും സാക്ഷിയാകുന്നു. അപ്പോൾ ഈ ആയത്തിലൂടെ, 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്ന കാര്യം, മനുഷ്യൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നുപോലും അല്ലാഹു അറിയാതെ പോകുന്നില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അതാണ് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത. ആകാശങ്ങളിലോ ഭൂമിയിലോ അണുമണി തൂക്കം പോലും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ വിട്ടുപോയാൽ പിന്നെ അള്ളാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് പറയാൻ പറ്റില്ല. ലോകരക്ഷിതാവായ അള്ളാഹു മിസ്ഖാല് ദർറത്തിൻ്റെ കാര്യത്തിൽ പോലും വ്യക്തമായ അറിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ പ്രവിശാലമായ ഈ അറിവിനെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. നമുക്കറിയാം, ഈ അദ്ധ്യായത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ അദ്ധ്യായത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കേൾവിയും അറിവുമാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. അവളത് ആ സംഭവവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതിന് ശേഷം പിന്നീട് ഇത് ആമായി മൊത്തത്തിൽ പറയുകയാണ്. അള്ളാഹുവിൻ്റെ അറിവെന്ന് പറയുന്നത് ഇപ്രകാരമാണ്: വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും സാക്ഷിയാണ്. എല്ലാം റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയമായും നിൻ്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനേ അല്ല, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം, അഥവാ ഒരു മനുഷ്യൻ്റെ കണ്ണ് എങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നത് അത് അള്ളാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരാളോടും പറയാതെ അയാൾ ചിന്തിക്കുന്ന കാര്യവും അള്ളാഹു അറിയുന്നു. അത്രക്ക് സൂക്ഷ്മമായ അറിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് ഖിയാമത്ത് നാളിൽ. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. മിസ്ഖാല് ദർറത്ത്, അണുമണി തൂക്കം അള്ളാഹു ദുൽമ് കാണിക്കൂല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അണുമണി തൂക്കമുള്ള പ്രവൃത്തിയുടെ അവസ്ഥ അവന് കാണിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന്, നരകശിക്ഷ ഒരാൾക്ക് അണുമണി തൂക്കമാണ് കിട്ടുന്നതെങ്കിൽ ഈ അണുമണി തൂക്കം ശിക്ഷ നരകത്തിൽ കിട്ടാനുള്ള റീസൺ എന്താണ് എന്ന് അള്ളാഹു അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഒരാൾക്കും ഞാൻ അനീതിക്ക് വിധേയമാക്കപ്പെട്ടു എന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, മിസ്ഖാല് ദർറത്ത് ഖൈർ ഒരാൾക്ക് കാണാൻ പറ്റും. എന്താണ് അതിൻ്റെ കാരണം? അതും അള്ളാഹ് കാണിച്ചു കൊടുക്കും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, മിസ്ഖാല് ദർറത്ത് ഷർറാണെങ്കിൽ അതിൻ്റെ ശിക്ഷയും അയാൾ അനുഭവിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ശിക്ഷ എനിക്ക് എന്ന് അയാൾക്ക് തോന്നാത്ത വിധം ആ മിസ്ഖാല് ദർറത്ത് അള്ളാഹു അയാൾക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ
മനുഷ്യനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതൊക്കെ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഒന്ന്, അവരുടെ കർമ്മരേഖ അവരോട് തന്നെ വായിച്ചു നോക്കാൻ പറയും. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, നിന്റെ കർമ്മരേഖ നീ തന്നെ വായിച്ചു നോക്ക്. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി, വേറൊരാൾ വിചാരണ ചെയ്യണ്ട. നീ തന്നെ വായിച്ചു നോക്ക്. നിനക്ക് സ്വർഗമാണോ നരകമാണോ എന്ന് നിൻ്റെ പ്രവൃത്തികൾ വായിച്ചു നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് മനുഷ്യൻ പറയുന്നു എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാലി ഹാദൽ കിതാബ്, ഇത് എന്തൊരു പുസ്തകമാണ്, ഇതെന്തൊരു എഴുത്താണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒന്നും ഇത് എഴുതാതെ പോയിട്ടില്ല. അതാണ് അഹ്സാഹുല്ലാഹ്, അള്ളാഹു അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വനസു, മനുഷ്യൻ മറന്നുപോയി. ചെയ്ത വൻ പാപങ്ങൾ വരെ മനുഷ്യനോട് മറന്നുപോയി. പിന്നെയാണോ ചെറിയ ചെറിയ കാര്യങ്ങൾ, മനുഷ്യൻ ചെയ്ത ചെറിയ തിന്മകൾ വരെ. അഥവാ ഒരാളെ പരിഹസിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് കാണിച്ച ഗോഷ്ഠി വരെ അവിടെ എഴുതി വെക്കപ്പെടുന്നു. ഒരാളെ കണ്ണിട്ട് കാണിച്ചിട്ട്, ഒരു സുഹൃത്തിനെ കണ്ണിട്ട് കാണിച്ചാൽ അതവിടെ എഴുതി വെക്കുന്നതാണ്. മിസ്കാല ദർറത്ത്. ഒരാളെ പരിഹസിച്ചുകൊണ്ടോ മറ്റോ തെറ്റായ രൂപത്തിലുള്ള ഒരു സൗണ്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഖൗലിൽപ്പെട്ട ഒരു ലഫ്ള് പോലും എഴുതി വെക്കാതിരിക്കൂല. എല്ലാ ചലനങ്ങളും, എല്ലാ ഭാവങ്ങളും, മുഖത്തിൻ്റെ ഭാവങ്ങൾ വരെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? അബസ വതവല്ല, മുഖം ചുളിച്ച് കളഞ്ഞു. അപ്പോൾ മുഖം ചുളിക്കുക അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാക്ക് പറയരുതെന്നാണ് എന്ന് പറഞ്ഞത്. അത് രേഖപ്പെടുത്തപ്പെടും. ഇങ്ങനെ മുഴുവൻ അമലുകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. മനുഷ്യനോടത് ഒരു പക്ഷേ രാവിലെ ചെയ്തത് വൈകുന്നേരം ആകുമ്പോഴേക്ക് മനുഷ്യൻ മറന്നുപോയിട്ടുണ്ടാകും. അള്ളാഹു മറക്കൂല. വമാ കാന റബ്ബുക നസിയ, നിന്റെ രക്ഷിതാവ് ഒന്നുപോലും മറന്നു പോകുന്നവനല്ല. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, ചെറുതും വലുതുമെല്ലാം എഴുതി വെക്കപ്പെടുന്നു. അപ്പോൾ അള്ളാഹു അത് അറിയിക്കും. അള്ളാഹു ചോദിക്കും, എൻ്റെ എഴുത്തുകാർ നിന്നോട് വല്ല ളുൽമും ചെയ്തിട്ടുണ്ടോ എന്ന് മനുഷ്യനോട് അള്ളാഹു അന്ന് ചോദിക്കുന്ന. അന്ന് മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, അള്ളാഹുവേ ഇല്ല, ഇതിൽ പറഞ്ഞതൊക്കെ റെഡിയാണ്, ഞാൻ ചെയ്തതാണ്. മനുഷ്യൻ അംഗീകരിക്കും. അന്ന് മനുഷ്യൻ ഓർമ്മയാകുന്നതാണ്. യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യനെല്ലാം ഓർത്തെടുക്കും, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. അള്ളാഹു ചോദിക്കുകയാണ്, ഫ അന്നാ ലഹു ദിക്റ, അന്ന് ഓർത്തിട്ട് എന്ത് കാര്യം, ഇന്നോർക്കണം. ഫ അന്നാ ലഹു ദിക്റ, അവിടെ വെച്ച് ഓർമ്മയായിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് ഓർമ്മയാവണം. ഞാൻ ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, റബ്ബിനോട് പാപമോചനം തേടണം. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ് എന്നറിയപ്പെടുന്ന ദുആയിലുള്ളത് എന്താണ്? വഅതറഫ്തു ബിദംബി, അല്ലാഹുവേ എൻ്റെ പാപങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു റബ്ബേ. ചെറുതും വലുതുമായി എന്നിൽ നിന്ന് വന്നുപോയത് ഞാൻ അറിഞ്ഞിരിക്കുന്നു റബ്ബേ. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ മറ്റു ദുആകളിൽ കാണാം, അല്ലാഹുവേ ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, ഞാൻ ഗൗരവം എന്ന് മനസ്സിലാക്കി ചെയ്തതും അല്ലാതെ ചെയ്തതും, ഞാൻ അമിതമായി ചെയ്തതും. പിന്നെ പറയുന്നത് വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്ന, അഥവാ ഞാൻ മറന്നുപോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ നിനക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മൾ തൗബ ചെയ്യാൻ മറന്നുപോകും. കാരണം ഒന്നുകിൽ അത് തെറ്റാണ് എന്നറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആധിക്യം കൊണ്ട്, അല്ലെങ്കിൽ അത് നിസ്സാരമാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയത് കൊണ്ട്. പക്ഷേ പടച്ച റബ്ബിനറിയാം. അതുവരെ എടുത്തു പറയണം നമ്മുടെ ദുആയിൽ, വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കുറിച്ച് എന്നിൽ നിന്ന് വന്നത് റബ്ബേ നിനക്കറിയാമല്ലോ, അതൊക്കെ നീ എനിക്ക് പുറത്തു തരണമേ. അപ്പോൾ മനുഷ്യനെ അള്ളാഹു അറിയിക്കും. ചില ആളുകൾ അന്ന് പറയുന്നതാണെന്ത്, ഇത് മലക്കുകൾ എഴുതിയ രേഖയാണല്ലോ, എനിക്ക് എന്നിൽ നിന്ന് തന്നെ സാക്ഷി വേണമെന്ന് പറയും മനുഷ്യന്. പക്ഷേ ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടല്ല, രക്ഷപ്പെടാനുള്ള പഴുത്. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഉദ്ർ സ്വീകരിക്കുന്നവരിൽ മുൻപന്തിയിലാകുന്നു എന്ന്. റഹ്മാനായ റബ്ബ് ഒരാൾ കാരണം ബോധിപ്പിച്ച അള്ളാഹു സ്വീകരിക്കും. പടച്ച റബ്ബ് അങ്ങനെയാണ്. പക്ഷേ പഴുതടച്ചുള്ളതാണ് റഹ്മാനായ റബ്ബിൻ്റെ കാര്യങ്ങളൊക്കെ, പഴുതടച്ചുള്ളതാണ്. ഉദ്റിന് അവസരമല്ല. എന്നാൽ അള്ളാഹു ഉദ്ർ സ്വീകരിക്കുന്നവനാണെന്നറിയാവുന്ന മനുഷ്യൻ എന്തു പറയും? പടച്ച റബ്ബിനോട് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി എന്നുള്ള നിലക്ക് പറയും, എനിക്ക് എന്നിൽ നിന്ന് തന്നെ സാക്ഷി വേണം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക, ഓക്കെ, വയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ വായക്ക് അള്ളാഹു സീല് വെക്കും, ഇനി മിണ്ടരുത്, വായ പൂട്ടി. എന്നിട്ട് പറയും, ശരീരത്തോട് സംസാരിക്കാൻ പറയും. അപ്പോഴതാ അവൻ്റെ കൈകളും കാലുകളും സംസാരിക്കാൻ തുടങ്ങും. തൊലികൾ വരെ സംസാരിക്കുന്നതാണ്. തൊലികൾ വരെ അള്ളാഹുവിനോട് സംസാരിക്കും. ഇന്ന കുറ്റകൃത്യങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. അന്ന് മനുഷ്യൻ സങ്കടത്തോടുകൂടി തൊലിയോട് ചോദിക്കുന്ന ചോദ്യം സൂറത്തു ഗാഫിറിൽ കാണാം, വഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന. തൊലികളോട് ചോദിക്കും മനുഷ്യൻ, നിങ്ങൾ എന്തിനാണ് സാക്ഷ്യം പറഞ്ഞത്? ലിമ ഷഹിദ്തും അലൈന, എന്തിന് സാക്ഷ്യം പറഞ്ഞു എനിക്കെതിരെ? അപ്പോൾ തൊലികളുടെ റദ്ദെന്താണ്? തൊലികളന്ന് ജവാബ് പറയുന്നതാണ്. എന്താ ജവാബ്? ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈ. എല്ലാറ്റിനെയും സംസാരിപ്പിക്കുവാൻ കഴിവുള്ളവനായ, സംസാരിപ്പിച്ചവനായ റബ്ബ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലികൾ പോലും നമ്മൾ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. CCTV മാത്രമല്ല, നമ്മുടെ ശരീരം തന്നെ CCTVയാണ്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈകളും കാലുകളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ, അവിടെ CCTV ഇല്ലയെന്ന് വിചാരിക്കണ്ട. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. ഖിയാമത്ത് നാളിൽ ഭൂമി സംസാരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വഹി നൽകുന്നതാണ്. ഭൂമി അതിനനുസരിച്ച് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഭൂമി അതറിയുന്നുണ്ട്. ഭൂമിക്കറിയാം ആരാണ് എന്നിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഉഹദ് പർവ്വതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കയറി. ആ സമയത്ത് ഉഹദ് പർവ്വതം ഒന്ന് കുലുങ്ങിയെന്നാണ്. കാരണം അത്രയും മഹത്വമേറിയവരാണ് കയറിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൊണ്ട് ഉഹദ് പർവ്വതത്തെ ചവിട്ടിയിട്ട് പറഞ്ഞു, അടങ്ങ് ഉഹദേ അടങ്ങ്, നിൻ്റെ മേലെ കയറിയത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുകളുമാണ്. കൃത്യമായിരുന്നു ആ പ്രവചനം. ഒരു നബിയാണ്, മറ്റൊന്ന് സിദ്ദീഖാണ്, പിന്നെ 2 ഷഹീദുകളാണ്. അപ്പോഴാണ് ഉഹദ് പർവ്വതം അടങ്ങിയത്. അതിൻ്റെ അർത്ഥം ഉഹദ് പർവ്വതത്തിന് മനസ്സിലായി ആരാണ് കയറിയിട്ടുള്ളത് എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് പ്രപഞ്ചത്തെ, ഭൂമിയെ സംവിധാനിച്ചത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ അള്ളാഹു നിങ്ങളെ അറിയിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂറത്തു മറിയമിൽ പറയുന്നത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ എണ്ണം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസമാണോ പുറത്തേക്കുള്ളതാണോ ഏതാണെങ്കിലും ശരി, ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു പുറമെ, ഈ സംവിധാനങ്ങൾക്കൊക്കെ പുറമെ അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗബ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ചെറുതും വലുതുമായി നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാകപ്പിഴവുകൾ, പാപങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കർമ്മങ്ങളുടെ രേഖ വലത് കൈയിൽ ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യസീറായ ഹിസാബ്, ചെറിയ ഹിസാബ്, അതിന് വിധേയമാക്കപ്പെടുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അലം തറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾ കണ്ടില്ലേ? അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനോടും അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ നീ കണ്ടില്ലേ? അലം തറ, നീ കണ്ടില്ലേ? റആ യറാ റുഅയതൻ, തറ നീ കാണുക, അലം തറ നീ കണ്ടില്ലേ? അല്ലെങ്കിൽ നബിയെ താങ്കൾ കാണുന്നില്ലേ? അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അല്ലാഹു അറിയുന്നു. അലിമ യഅലമു ഇൽമൻ, അറിയുന്നു. മാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊന്നും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്നർത്ഥമാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി, എന്തൊക്കെ ആകാശത്തുണ്ടോ അതെല്ലാം അല്ലാഹു അറിയുന്നു, എന്തൊക്കെ ഭൂമിയിലുണ്ടോ അതും അല്ലാഹു അറിയുന്നു. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, മാ യകൂനു ഉണ്ടാവുന്നില്ല, കാന യകൂനു കൗനൻ ഉണ്ടാവുക, മാ യകൂനു മിൻ നജ്വാ രഹസ്യ സംഭാഷണം നടക്കുന്നില്ല. നജ്വ എന്ന് പറഞ്ഞാൽ നജാ യൻജു നജുവൻ, ശബ്ദം താഴ്ത്തി സംസാരിക്കുക, സ്വകാര്യമായി സംസാരിക്കുക, മീറ്റിംഗ് കൂടി മുഖസ്സസായ അഥവാ പ്രത്യേകമാക്കപ്പെട്ട ആളുകൾ മാത്രം സംസാരിക്കുക, മീറ്റിങ്ങിനും നജ്വ എന്ന് പറയും, രഹസ്യ സംസാരത്തിനും നജ്വ എന്ന് പറയും. അത് രണ്ടാളാണെങ്കിലും മൂന്നാളാണെങ്കിലും ഒക്കെ. മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ, മൂന്നാളുകളുടെ സംഭാഷണം നടക്കുന്നില്ല, രഹസ്യ ഭാഷണം നടക്കുന്നില്ല. ഇല്ലാ ഹുവ റാബിഉഹും, നാലാമൻ, അവരിൽ നാലാമനായി അല്ലാഹു ഇല്ലാതെ. അപ്പോൾ മൂന്നാളുകൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, നാലാമനായി അല്ലാഹു അത് കേൾക്കുന്നുണ്ട്. വലാ ഹംസത്തിൻ, അഞ്ചാളുകളുടെ സംസാരം നടക്കുന്നില്ല. ഇല്ലാ ഹുവ സാദിസുഹും, ആറാമതായി അല്ലാഹു അവിടെ ഇല്ലാതെ. വല അദ്ന മിൻ ദാലിക്, ഇനി അതിനേക്കാൾ കുറഞ്ഞോട്ടെ, മൂന്നിൽ കുറവ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ. വല അക്സറ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അഥവാ അഞ്ചിൽ കൂടുതൽ, എത്ര ആവട്ടെ, കൂടുക കുറയുക വിഷയമല്ല. അദ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്നാണ് അർത്ഥം. വല അദ്ന മിൻ ദാലിക, അതിനേക്കാൾ കുറഞ്ഞത്, താഴ്ന്നത്, അതാണ് അദ്ന. അക്സർ എന്ന് പറഞ്ഞാൽ കൂടിയത്. വല അക്സറ, ഇനി അതിനേക്കാൾ കുറയട്ടെ, കൂടട്ടെ. ഇല്ലാ ഹുവ മഅഹും, അവരുടെ കൂടെ അല്ലാഹു ഇല്ലാതെ ഇല്ല. ഐനമാ കാനു, അവർ എവിടെയായിരുന്നാലും. ഇനി സംസാരം പബ്ലിക്കിലാവണ്ട, പുറത്തുനിന്നാവണ്ട, ഏതെങ്കിലും അടച്ചിട്ട റൂമിലാണെങ്കിലും ശരി, ഐനമാ കാനു, എവിടെയാണെങ്കിലും അല്ലാഹു അത് അറിയുന്നുണ്ട്. മാത്രമല്ല ആ മീറ്റിങ്ങിലെ അജണ്ട, അവരുടെ സംസാരം, അവരുടെ വിഷയം, സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരാ പ്രവർത്തിച്ചത് അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. എന്നാൽ ഇന്ന ദിവസം നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൂടി, അവിടെ വെച്ച് നിങ്ങൾ ഇന്നെന്ന പ്ലാനുകളൊക്കെ ഇട്ടു, അത് ഖിയാമത്ത് നാളിൽ അല്ലാഹു പങ്കെടുത്ത ആളുകളും സംസാരിച്ച വിഷയമടക്കം ഓരോ ലഫ്ല്, വേർഡ് ബൈ വേർഡ് അവരെ അറിയിക്കുന്നതാണ്. ആ മീറ്റിങ്ങിനനുസരിച്ച് അവർ പ്രവർത്തിച്ചതും അല്ലാഹു അവരെ അറിയിക്കുന്നതാണ്. അതാണ് സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ പ്രവർത്തിച്ചത് അല്ലാഹു അവരെ അറിയിക്കും. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം,
നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെ സംബന്ധിച്ചും ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അലീമുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാകുന്നു. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യായം അല്ലാഹുവിൻ്റെ വിശാലമായ ആഴമേറിയ അറിവിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന അധ്യായമാണ്. അതുകൊണ്ട് അധിക വിഷയങ്ങളിലും അധിക ആയത്തുകളിലും ഈ കാര്യം പറയുന്നത് കാണാൻ സാധിക്കും അല്ലാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണിത്. അലം തറ അന്നല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, മൂന്നാളുകളുടെ സംസാരം രഹസ്യ സംഭാഷണം നടക്കുന്നില്ല, ഇല്ലാഹു വറാബിഉഹും, നാലാമതായി അല്ലാഹു അവിടെ ഉണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാഹു വസാദിസു, അഞ്ചാൾ സംസാരിക്കുമ്പോൾ ആറാമതായി അല്ലാഹു അവിടെ ഉണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സർ, അതിനേക്കാൾ കുറഞ്ഞാലും കൂടിയാലും ഇല്ലാഹു വമഅഹും, അല്ലാഹു അവരുടെ കൂടെയില്ലാതെ. ഇവിടെ അല്ലാഹു കൂടെ ഉണ്ടാവുക എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ, അതിനാണ് മഅയ്യത്ത് എന്ന് പറയുന്നത്. മഅയ്യത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ കൂടെയാവുക എന്ന അവസ്ഥ. എന്താണ് ഈ അല്ലാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ? അല്ലാഹു ഓരോ ആളുകളുടെ അടുത്തും വരുന്നുണ്ട് എന്നാണോ? അവൻ്റെ അസ്തിത്വത്തോടു കൂടി അല്ലാഹു ഉണ്ട് എന്നാണോ? ഈ ആയത്തിനെ സമാനമായ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ പറയുന്നത് അല്ലാഹു എല്ലായിടത്തുമുണ്ട്, അല്ലാഹു ആകാശത്താണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും അല്ലാഹു ഉണ്ട്. ഹൈന്ദവ വിശ്വാസികളിൽ ഒരു വിഭാഗത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് വരെ പിന്നീട് ആ വാദമെത്തി. കാരണം എല്ലാറ്റിലും ദൈവമുണ്ട് എന്നായി. എല്ലായിടത്തും ദൈവം എന്നത്, അതാണ് ഹുലൂലിൻ്റെ വാദം. അതൊന്നുകൂടി അതിക്രമിച്ച് അതിരുവിട്ട് അല്ലാഹു എല്ലാറ്റിലുമുണ്ട് എന്നായി. അല്ലാഹു എല്ലാറ്റിലും ഉണ്ട് എന്നായി. അള്ളാഹുവിൻ്റെ അൽ ബാത്തിൻ എന്ന ഇസ്മിനെ അവർ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു. അല്ലാഹിറു വൽ ബാത്തിൻ, ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത് എന്നാണ് നേർക്ക് നേരെ നോക്കിയാൽ അർത്ഥം. എന്നാൽ എന്താണ് ബാത്തിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. വലൈസ ദൂനക ശൈഉൻ, അറിവ് കൊണ്ടും കേൾവി കൊണ്ടും കഴിവ് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും സൃഷ്ടികളോട് നിന്നേക്കാൾ അടുത്ത് നിൽക്കുന്നത് വേറെ ആരുമില്ല എന്നാണ്. അത് ആത്തുകൊണ്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിസ് സമാ അമിൻതും മൻ ഫി സമാ. എത്ര സ്ഥലത്താണ് ഖുർആനിലുള്ളത്? ആകാശത്തുള്ളവൻ, ആകാശത്തുള്ളവൻ. അല്ലാഹു എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നതിന് അർത്ഥമില്ല. അമലുകൾ കയറിപ്പോകുമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിസ് സമാ, ആകാശത്താണ്. 7 ആകാശങ്ങൾക്ക് മേലെ അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കും. അപ്പോൾ ഈ മഅയ്യത്ത് എന്താണ്? അല്ലാഹുവിൻ്റെ ഇൽമാണ് ഉദ്ദേശം. ഇവിടെ അല്ലാഹു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൽമു കൊണ്ട്, അവൻ്റെ ഇൽമ്, അവൻ്റെ സമഅ്, അവൻ്റെ ബസർ എല്ലാം സൃഷ്ടികളുടെ അടുത്താണ്. ഒരു മനുഷ്യൻ അവനെ അറിയുന്നതിനേക്കാൾ അല്ലാഹു അവൻ അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ജീവനാഡിയേക്കാൾ അവനോട് നാം അടുത്ത് നിൽക്കുന്നു. അല്ലാഹു അത്ര ക്ലിയറായി അറിയുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയതും ഇൽമുമായി പറഞ്ഞുകൊണ്ടാണ്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി. ഈ ആയത്തിനെ അവസാനിപ്പിച്ചതും എങ്ങനെ? ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അറിവിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാഹു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവും അവൻ്റെ കേൾവിയും അവൻ്റെ കാഴ്ചയും സൃഷ്ടികളുടെ കൂടെയുണ്ട്. അല്ലാതെ അല്ലാഹു അവൻ്റെ ദാത്തോടുകൂടി കൂടെയുണ്ട് എന്നല്ല. അത്തരം വാദങ്ങൾ തെറ്റാണ്. അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്നുള്ള വാദം തെറ്റാണ്. അല്ലാഹു സൃഷ്ടികളിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന വാദവും തെറ്റാണ്. അതുകൊണ്ട് ഈ ആയത്തിനെ ആ നിലക്ക് മനസ്സിലാക്കണം. സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു ഖിയാമത്ത് നാളിൽ അറിയിക്കും. സഹോദരങ്ങളെ, മനുഷ്യരുടെ ഏതൊരു സംഭാഷണങ്ങളും, ഏതൊരു ഗൂഢാലോചനകളും, ഏതൊരു കുതന്ത്രങ്ങളും, ഏതൊരു മീറ്റിങ്ങിലെ വിഷയങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. റഹ്മാനായ റബ്ബ് അറിയിക്കും. ഇതിൽ 2 നിലക്കുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്ന് താക്കീതിൻ്റെ സംസാരമാണ്.
മുസ്ലിമീങ്ങളോടും അല്ലാത്തവരോടുമുള്ള താക്കീത് ഇതിലുണ്ട്. പ്രധാനമായും അവിശ്വാസികളായ ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ആളുകൾ, അവർ എല്ലാ ദിവസവും ഇസ്ലാമിനെ എങ്ങനെ തകർക്കാം, മുസ്ലിമീങ്ങൾക്കെതിരിൽ എന്തൊക്കെ ചെയ്യാം, ഗൂഢാലോചനകളാണ്. ചെറിയ ഗ്രൂപ്പും വലിയ ഗ്രൂപ്പും രാഷ്ട്രങ്ങളുടെ മീറ്റിങ്ങുകളിൽ വരെ ഇസ്ലാമിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, എങ്ങനെ ഇസ്ലാമോഫോബിയ വളർത്താം, എങ്ങനെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാം, എല്ലാ ദിവസവും ഏത് കാര്യങ്ങളെയും മുസ്ലിമീങ്ങളിലേക്ക് എങ്ങനെ ചേർത്ത് പറയാം തുടങ്ങി വമ്പിച്ച ഗൂഢാലോചനകൾ ലോകത്ത് നടക്കുന്നുണ്ട്. അവരറിയുക, അവരുടെ തീരുമാനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനറിയാം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് കൂടി ഇന്നത് തീരുമാനിക്കുമെന്ന്. അവരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനറിയാം, അതിനു മുമ്പേ അറിയാം. ലൗഹുൽ മഹ്ഫൂദിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവർ പ്രവർത്തിക്കുന്നതൊന്നും കാണാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല, അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. ശ്രദ്ധിക്കുക, സൃഷ്ടിച്ചതിന് ശേഷവുമല്ല അറിഞ്ഞത്. പിന്നെയോ അള്ളാഹു അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവരെന്തൊക്കെ ഇസ്ലാമിനെതിരിൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ ചെയ്യുമെന്നുള്ളത് റബ്ബ് നേരത്തെ അറിഞ്ഞിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. അല യഅലമു മൻ ഖലഖ്, സൃഷ്ടി നടത്തിയവൻ അറിയില്ലേ? അവരെക്കുറിച്ച് അറിയാം, അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. ആരൊക്കെ എന്തൊക്കെ ഇസ്ലാമിനെതിരെ പറയും, കുതന്ത്രങ്ങൾ പയറ്റും, അതിലേതൊക്കെ ഫലിക്കും ഏതൊക്കെ ഫലിക്കാതിരിക്കും, എല്ലാം റബ്ബിനറിയാം. അള്ളാഹു അവൻ്റേതായ ഒരു ഹിക്മത്ത് പ്രകാരം അതൊക്കെ ഇവിടെ നടപ്പിൽ വരുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ ലോകത്തും ഖബറിലും പരലോകത്തും പിടികൂടുക തന്നെ ചെയ്യും. അതാണ് സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് സമ്പൂർണ്ണമായ പ്രതിഫലം. അതോടൊപ്പം വിശ്വാസികൾക്ക് അതിലുള്ള ആശ്വാസമുണ്ട്. എന്താണ് വിശ്വാസികൾക്കുള്ള ആശ്വാസം? ആളുകൾ വിചാരിക്കണം, ഇതൊന്നും പടച്ചറബ് കാണുന്നില്ലേ, അള്ളാഹു ഇതൊന്നും അറിയുന്നില്ലേ, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നാട്ടിലെ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുതൽ വലിയ അന്താരാഷ്ട്ര വലിയ സാമ്രാജ്യത്വ ശക്തികൾ വരെ നമുക്കെതിരിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പടച്ചറബ് കാണുന്നില്ലേ? അള്ളാഹുവിനതൊക്കെ അറിയാം. എവിടെ എന്തൊക്കെ മീറ്റിംഗ് ഉണ്ട് എന്നും, ആരൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കണം, ആർക്കൊക്കെ പൗരത്വം ഇല്ല, ഇന്ന ആളുകളെ പുറത്താക്കണം, അവരെ കൊല്ലണം, അവരെക്കുറിച്ച് ഇന്നത് പ്രചരിപ്പിക്കണം, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചത് വിശ്വാസികളുടെ പാപങ്ങൾ പൊറുക്കാനും അവർക്ക് ഈമാനികമായ ശക്തി നൽകാനും ക്ഷമിക്കാനുള്ള വജിഹുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ ഈമാനിലും തവക്കുലിലും വർധനവുണ്ടാകുവാനും അവരിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കുവാനും അവർക്ക് സ്വർഗത്തിൽ വലിയ ദറജകൾ നൽകാനും ഇപ്പുറത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നേ മതിയാകൂ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കും ഷഹീദുകളായ ആളുകൾക്കും സ്വർഗത്തിൽ ഉന്നത ദറജ കിട്ടണമെങ്കിൽ എതിർകക്ഷികളായിക്കൊണ്ട് മറുശക്തി വരണം. അതുകൊണ്ടത് റബ്ബിൻ്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. പ്രാർത്ഥിക്കുക, നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് പ്രാർത്ഥനയാണ്, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള പ്രതിരോധമാണ്. അതിനപ്പുറത്തുള്ളതിൽ ബേജാറിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. എല്ലാ തീരുമാനങ്ങളും എല്ലാ മീറ്റിങ്ങുകളും, ലോകത്ത് നടക്കുന്ന ഓരോ രാത്രികളിലും ആരും അറിയാതെ നടക്കുന്ന സകല മീറ്റിങ്ങുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത്. അത് വാട്സപ്പിലൂടെ ആണെങ്കിലും ശരി, സൂമിലൂടെ ആണെങ്കിലും ശരി, ഡയറക്റ്റ് ഇരുന്ന് ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിലും ശരി, ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ശരി, അള്ളാഹു അറിയുന്നു. ഇല്ലാഹു വമഅഹും ഐനമാ കാനൂ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണെന്നുള്ള വിഷയമല്ല, അള്ളാഹു അറിയുന്നുണ്ട്. ഇതിനി അമുസ്ലിമീങ്ങളുടെ കാര്യം മാത്രമല്ല, അഹ്ലുസുന്നയുടെ ശത്രുക്കളായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ സഹാബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും സലഫുസ്സാലിങ്ങളുടെയും മൻഹജിനെതിരിൽ ഗൂഢാലോചന നടത്തുന്നവർ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ പിൻപറ്റുന്ന ആളുകൾക്കെതിരിൽ ദുരാരോപണം നടത്താൻ വേണ്ടിയും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും മീറ്റിംഗ് കൂടി തീരുമാനിച്ച് രാത്രികളിലും പകലുകളിലും വാട്സപ്പുകളിലുമായി മീറ്റിംഗ് കൂടുന്ന ആളുകൾ എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. എന്നിട്ടും ഇതൊക്കെ ഇവിടെ നടക്കുന്നത് റബ്ബിന് ചില തീരുമാനങ്ങൾ അതിലൂടെ ഉണ്ട്. ഓരോ ആളുകളെയും പരീക്ഷിക്കാൻ, ഒരാൾ തനിക്ക് പരീക്ഷണമാകുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നോക്കുകയാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് ഫിത്നയാണ് എന്നാണ്. ഫിത്ന തന്നെയാണ്, അത് അള്ളാഹു ആക്കിയതാണ്, അത് ഫിത്നയാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന അതസ്ബിറൂൻ. ഒറ്റ ചോദ്യം അള്ളാഹുവിന് ചോദിക്കാനുള്ളൂ,
ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? ഭംഗിയായി ക്ഷമിക്കുക. വകാന റബ്ബുക ബസീറ, നിങ്ങളുടെ റബ്ബ് എല്ലാം കാണുന്നുണ്ട്. ഇതൊന്നും അള്ളാഹു കാണാഞ്ഞിട്ടല്ല, ഒക്കെ അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? അതാണ് റഹ്മാനായ റബ്ബ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ ഗൂഢാലോചനകൾ നടത്തുന്ന ആളുകൾക്കുള്ള താക്കീത് ഈ ആയത്തിലുണ്ട്. അതോടൊപ്പം യഥാർത്ഥ വിശ്വാസികൾക്ക്, സത്യവിശ്വാസികളായ ആളുകൾക്ക് ആശ്വാസവും സമാധാനവും. റബ്ബ് ഇതൊക്കെ കണ്ടിട്ടും ഇതിവിടെ നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മൾ ക്ഷമിക്കുക, ഭംഗിയായി ക്ഷമിക്കുക. നമ്മോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. തെറ്റായ കാര്യങ്ങളിലേക്ക്, തെറ്റായ നജുവകളിലേക്ക് നാം പോവാതിരിക്കുക. ഗൂഢാലോചനകളിലേക്കും കുതന്ത്രങ്ങളിലേക്കും നമ്മൾ പോവാതിരിക്കുക. നാമും അധർമ്മകാരികളെപ്പോലെ ആവാതിരിക്കുക. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ ഇലല്ലദീന നുഹൂ അനിൻ നജ്വാ സുമ്മ യഊദൂന ലിമാ നുഹൂ അൻഹു ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുന്നു, അലം തറ, നബിയെ കണ്ടില്ലേ? ഇലല്ലദീന, ഒരു വിഭാഗത്തെ, നുഹു, അവർ വിലക്കപ്പെട്ടിരിക്കുന്നു, അനിൻ നജ്വാ, രഹസ്യ സംഭാഷണം നടത്തരുത് എന്ന് അവർ വിലക്കപ്പെട്ടിരിക്കുന്നു. നഹ എന്ന് പറഞ്ഞാൽ വിലക്കുക, യൻഹ നഹിയൻ, നഹി എന്ന് പറഞ്ഞാൽ വിലക്ക്. അലം തറ ഇലല്ലദീന നുഹു, നഹ യൻഹ നഹിയൻ. നുഹു എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടു. വിലക്കപ്പെട്ട ആളുകളിലേക്ക് നോക്കിയില്ലേ? എന്തിൽ നിന്നാണ് അവർ വിലക്കപ്പെട്ടത്? അനിൻ നജ്വാ, രഹസ്യ സംസാരം നടത്തരുത് എന്നവരോട് പറഞ്ഞിരിക്കുന്നു. സുമ്മ യഊദൂന ലിമാ നുഹൂ അൻ, പക്ഷേ വീണ്ടും അവർ ആ വിലക്കപ്പെട്ടതിലേക്ക് മടങ്ങുന്നു. ആദ യഊദു ഔദൻ, മടങ്ങുക. ആദ യഊദു ഔദൻ, മടങ്ങുക. സുമ്മ യഊദൂന ലിമാ നുഹൂ അൻ, എന്താണോ അവരെ വിലക്കിയത് അവർ അത് റിപ്പീറ്റ് ചെയ്യുന്നു, അത് ആവർത്തിച്ച് ചെയ്യുന്നു. വയതനാജൗന, എന്നിട്ട് അവർ രഹസ്യ സംഭാഷണം നടത്തുന്നു. തനാജായ തനാജ തനാജി, തനാജിയൻ അഥവാ രഹസ്യമായി സംഭാഷണം നടത്തുക. വയതനാജൗന, എന്നിട്ട് അവർ രഹസ്യമായി ആലോചിക്കുന്ന എന്തിനൊക്കെയാണ്? ബിൽ ഇസ്മ്, ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം, കുറ്റകൃത്യം ചെയ്യാൻ. വൽ ഉദ്വാൻ, ഉദ്വാൻ എന്ന് പറഞ്ഞാൽ ശത്രുത, ഒരു വിഭാഗത്തോട് ശത്രുതയുമായി ബന്ധപ്പെട്ട്. വമാസിയത്തിർ റസൂൽ, മാസിയത്ത് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട്. അസ യാസി, അനുസരണക്കേട് കാണിക്കുക. മഅസിയത്ത് അനുസരണക്കേട്. വമഅസിയത്തിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലും അവർ കൂടി ആലോചിക്കുന്നു. വഇദാ ജാഊക, നബിയെ അവർ താങ്കളുടെ അടുക്കൽ വന്നാൽ, ജാഅ യജീഉ ഈജാഅൻ ഔ മജീഅൻ. വഇദാ ജാഊക, നബിയെ ഇങ്ങനെയുള്ള ഈ ആളുകൾ താങ്കളുടെ അടുക്കൽ വന്നാൽ, ഹയ്യൗക, ഹയ്യ യുഹയ്യി തഹിയ്യത്തൻ, ഹയ്യ എന്ന് പറഞ്ഞാൽ അഭിവാദ്യം പറയുക, തഹിയ്യത്ത്, ഹയ്യ യുഹയ്യി തഹിയ്യത്തൻ. ഹയ്യൗക, താങ്കളെ അഭിവാദ്യം ചെയ്യുന്നു. ബിമാ ലം യുഹയ്യിക ബിഹില്ലാഹ്, അള്ളാഹു താങ്കളെ അഭിവാദ്യം ചെയ്യാത്ത വാക്കുകൊണ്ട്. ബിമാ ലം യുഹയ്യിക ബിഹില്ലാഹ്, ആ അഭിവാദ്യം കൊണ്ട് അള്ളാഹു താങ്കളെ അഭിസംബോധന ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അഭിവാദ്യം നടത്തിയിട്ടില്ല. അപ്പോൾ അള്ളാഹു നടത്താത്ത അഭിവാദ്യ വാക്ക് കൊണ്ട് അവർ താങ്കളെ അഭിവാദ്യം ചെയ്യുന്നു. തെറ്റായ രൂപത്തിൽ, തെറ്റായ അർത്ഥം മനസ്സിൽ കണ്ടിട്ടാണ് അവർ നബിയെ അഭിവാദ്യം ചെയ്യുന്നത്, സല്യൂട്ടേഷൻ ചെയ്യുന്നത്. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയുകയാണ് മനസ്സിൽ, ഖാല യഖൂലു ഖൗലൻ വയഖൂലൂന ഫീ അൻഫുസിഹിം, അവരുടെ നഫ്സുകളിൽ അവർ പറയാണ്, മനസ്സിൽ പറയാണ്, ലൗലാ യുഅദ്ദിബുനല്ലാഹ്,
എന്താണ് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കാത്തത്? അദ്ദബ യുഅദ്ദിബു തഅദീബൻ ലൗലാ യുഅദ്ദിബുന അള്ളാഹു എന്തുകൊണ്ടാണ് നമ്മെ ശിക്ഷിക്കാത്തത്? ബിമാ നഖൂലു, നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ. കാരണം നമ്മൾ തെറ്റായ നിലക്കാണ് അഭിവാദ്യം പറയുന്നത്. അപ്പോൾ റസൂല് സത്യമാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കേണ്ട, എന്താ ശിക്ഷിക്കാത്തത്? ഇതെത്ര കാലമായി നമ്മൾ തുടങ്ങിയിട്ട് ഇതാണ് അവരുടെ മനസ്സിൽ അവർ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹസ്ബുഹും ജഹന്നം, അവർക്ക് നരകം മതി. ഹസ്ബുഹും ജഹന്നം, അവർക്ക് നരകം മതി. നരകമുണ്ട്, അള്ളാഹു അതാണ് അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. യസ്ലൗനഹ സ്വലിയ, യസ്ലാ സ്വലിയൻ, കത്തിയെരിയുക. യസ്ലൗനഹ, അവരതിൽ കിടന്ന് കത്തിയമരുന്നതാണ്. ഫബിഅ്സൽ മസീർ, ആ സങ്കേതം എത്ര മോശം. മസീർ എന്ന് പറഞ്ഞാൽ മടക്ക സങ്കേതം, മടക്ക സങ്കേതം, മസീർ സങ്കേതം. ആ സങ്കേതം എത്ര മോശമായ സങ്കേതമാണ്. ഇവിടെ അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വാ, രഹസ്യ സംഭാഷണത്തിൽ നിന്ന് വിലക്കപ്പെട്ടവരെ കണ്ടില്ലേ എന്നാണ്. മദീനയിലെ യഹൂദന്മാരെയും മുനാഫിക്കുകളെയുമാണ് ഉദ്ദേശം. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം അവിടെ മുനാഫിക്കുകളുണ്ട് എന്ന് പ്രവാചകനറിയാം, സ്വഹാബത്തിനറിയാം. യഹൂദന്മാരുമുണ്ട്, അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. മുനാഫിക്കുകൾ തന്നെ യഥാർത്ഥത്തിൽ യഹൂദന്മാരാണ്, വിശ്വാസികളല്ല. അവരെന്തിനാണ് അങ്ങനെ വിശ്വാസികളായി നടിക്കുന്നത്? പറ്റിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ എടുക്കുക, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക. ഇവരുടെ പണി എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരു മുസ്ലിം ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അവർ 2-3 ആൾക്ക് സംസാരിക്കും സ്വകാര്യമായിട്ട്. അപ്പോൾ ഈ സ്വഹാബിക്ക് തോന്നുകയാണെന്ത്, എന്നെ പറ്റിയാണ് പറയുന്നത്, എന്നെ ഒരു പക്ഷേ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേക്കാം, അവർ എന്നെ ശരിയാക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഇവരുടെ പണിയാണെന്ത്? അന്നും ഇന്നും ഇതാണ് പണി. ഡയലോഗുകൾ ഇങ്ങനെ അടിക്കുക, അവിടെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അത് ശക്തമായി അള്ളാഹുവിൻ്റെ റസൂല് വിലക്കി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ് അവിടുത്തെ അധികാരം. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നടപടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം സംസാരങ്ങൾ സാധാരണ നിലക്ക് 1-2 ആളുകൾ കൂടി സംസാരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കർഫ്യൂ അതേപോലുള്ളതൊക്കെ പ്രഖ്യാപിക്കും. അപ്പോൾ ആളുകൾ കൂടി സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് ശക്കിന് കാരണമായി തീരും. എന്തിനാ അവർ കൂടിയത്? വിപ്ലവം ഉണ്ടാക്കാനാണോ? 3-4 ആളുകൾ കൂടിയാൽ ഇവരെവിടെയെങ്കിലും എന്തെങ്കിലും തീ കത്തിക്കുമോ, പ്രശ്നം ഉണ്ടാക്കുമോ? അതുകൊണ്ടാണ് ആളുകൾ കൂടിച്ചേരരുത് എന്നതുപോലെ ഒരു നിയമം പ്രഖ്യാപിച്ചു. എന്ത്? ഇതേപോലെ ആരും വഴിവക്കിലിരുന്നും പബ്ലിക്കായി നിന്നുകൊണ്ടും ഇനി അല്ലാതെയും മുസ്ലിമീങ്ങൾക്കെതിരിലോ അല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ കൂടി സംസാരിക്കരുത്. പ്രത്യേകിച്ചും അവർ കാണേ. അങ്ങനെ അവർ വിലക്കപ്പെട്ടു. പക്ഷേ സുമ്മ യഊദൂന ലിമാ നുഹൂ അൻ, യഹൂദന്മാരെപ്പോഴെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇല്ല. മുനാഫിക്കുകൾ ഒരിക്കലും അവരിൽ ഈമാനില്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവും റസൂലും വിലക്കിയതിന് അവർ വില കൽപ്പിച്ചില്ല. സുമ്മ യഊദൂന ലിമാ നുഹൂ അൻ, ആ വിലക്കപ്പെട്ടതിലേക്ക് അവർ മടങ്ങുകയും ചെയ്തു. വയതനാജൗന, എന്നിട്ട് അവർ വീണ്ടും കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന വിഷയങ്ങൾ പാപം ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം നാട്ടിൽ ചെയ്യുക. വൽ ഉദ്വാൻ, ശത്രുത വർദ്ധിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമീങ്ങൾക്കിടയിലും അല്ലാതെയും ശത്രുത വർദ്ധിപ്പിക്കുക. വമാസിയത്തിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് അനുസരണക്കേട് കാണിക്കാൻ മീറ്റിംഗ് കൂടുക. ഏത് കാലഘട്ടത്തിൽ അത് സുന്നത്തിനെതിരെ തീരുമാനിക്കാൻ വേണ്ടി, ഹദീസിനെ നിഷേധിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്ന കൂടിയിരുത്തവും ഇതിൽപ്പെട്ടതാണ്. വമാസിയത്തുർ റസൂലാണ്. അതേപോലെ നബിയുടെ നിർദ്ദേശങ്ങളെ ഒക്കെ തള്ളിക്കളയാൻ വേണ്ടിയുള്ള കൂടിയിരുത്തം. മാത്രമല്ല ഈ മുനാഫിക്കുകൾ അവിടെ ചെയ്തിരുന്ന മറ്റൊരു കാര്യം, വഇദാ ജാഊക ഹയ്യൗക ബിമാ ലം യുഹയ്യിക ബിഹില്ല, അതായത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കാര്യങ്ങളേ ചെയ്യൂ. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന, ളുൽമുണ്ടാക്കുന്ന പണിയെടുത്തുകൊണ്ടേയിരിക്കും. വാക്കുകളിൽ എന്തെങ്കിലും പറയുകയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ വൈദാ ജാഊക ഹയ്യൗക ബിമാ ലം യുഹയ്യിക ബിഹില്ല, നബിയുടെ അടുത്തൂടെ നടന്നു പോയാൽ അവർ സലാം പറയും. അതാണ് തഹിയ്യത്ത്, ഇസ്ലാമിൻ്റെ തഹിയ്യത്ത്. അതാണ് ബിമാ ലം യുഹയ്യിക ബിഹില്ല, അള്ളാഹു നൽകിയ അഭിവാദ്യമല്ലാത്തത്.
അള്ളാഹു പഠിപ്പിച്ച അഭിവാദ്യം ഏതാണ്? അസ്സലാമു അലൈക്കും. അസ്സലാം സമാധാനമാണ്, അസ്സലാം. പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹയ്യൗക്ക, അസ്സാമു അലൈക്കും എന്ന് പറയും. അതായത് മെല്ലെ അങ്ങ് പറയും. അപ്പോൾ ലാമ് വിട്ടുപോയത് ശ്രദ്ധിക്കൂല. അസ്സാമു അലൈക്കും. അസ്സാം എന്ന് പറഞ്ഞാൽ മരണമുണ്ടാകട്ടെ എന്നാണ്, ശാപമുണ്ടാകട്ടെ, മരണമുണ്ടാകട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു വൃത്തികെട്ട ഒരവസ്ഥ. നേർക്ക് നേരെയല്ലൊന്നും. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ലാമു വിടും, കാരണം അസ്സലാമും എന്ന് പറയൂല. എന്ത് പറയുന്നതെന്ന് മാത്രമല്ല, മനസ്സ് ചിന്തിക്കുന്ന എന്താണ്? വയഖൂലൂന ഫീ അൻഫുസിഹിം, അവർ നഫ്സിൽ പറയാണെന്ത്? ലൗലാ യുഅദ്ദിബുന അല്ലാഹു ബിമാ നഖൂൽ, നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ അള്ളാഹു എന്താ ശിക്ഷിക്കാത്തത്? കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന് മരണമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. ഈ ചിന്ത അവരെ വഞ്ചിച്ചു. എക്കാലഘട്ടത്തിലെയും തിന്മയുടെ വക്താക്കളെ വഞ്ചിക്കുന്ന ചിന്തയാണത്. എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താണ് ശിക്ഷിക്കപ്പെടാത്തത്? നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരം ആളുകൾ കൂടിയിട്ടുണ്ട്. അവരല്ലാഹുവിനെ പറയുന്നത് കേട്ടാൽ ഒരു വേള വിശ്വാസികൾക്ക് വരെ തോന്നിപ്പോകും, എന്താണ് റബ്ബ് വരെ ശിക്ഷിക്കാത്തതെന്ന്. അള്ളാഹുവിനെ ചീത്ത വിളിക്കുക, നബിയെ ചീത്ത വിളിക്കുക, തെറി മാത്രം പറയുക, അങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ചാനലുകളും മറ്റുമൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അക്കാലഘട്ടത്തിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മനസ്സ് പറയാണ് ലൗലാ യുഅദ്ദിബുന അല്ലാഹു ബിമാ നഖൂൽ. ഈ ആയത്തിറങ്ങിയത് തന്നെ അവരുടെ ആ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു. കാരണം അവർ മനസ്സ് പറഞ്ഞത് എങ്ങനെ നബി അറിയില്ലല്ലോ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് സത്യത്തിൽ ഈ ആയത്തിറങ്ങിയത്. കാരണം അവർ മനസ്സ് പറഞ്ഞത് അള്ളാഹു ആയത്തായി അവതരിപ്പിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് കോതി കൊടുത്തു. ചില ആളുകൾ ഇങ്ങനെയുണ്ട്, അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണ് അള്ളാഹു ശിക്ഷിക്കാത്തത് എന്ന്. നോക്കൂ, അത് തന്നെ ഒരു ദൃഷ്ടാന്തമായി, അത് തന്നെ ശിക്ഷയേക്കാൾ വലിയൊരു ദൃഷ്ടാന്തമായി. അതുകൊണ്ട് ആരും അതിൽ വഞ്ചിക്കപ്പെടരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ഒരുപാട് കാലം സ്വാഭാവിക മരണം വരെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തതല്ല മാനദണ്ഡം. ഹസ്ബുഹും ജഹന്നം. യഥാർത്ഥ ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്താണ്. ഇവിടെ അള്ളാഹു ഒരു പക്ഷേ അഴിച്ചുവിടുന്ന പറഞ്ഞത്. മരണസമയത്തെ അള്ളാഹു പിടികൂടുകയുള്ളൂ. മരണം വളരെ നിന്ദ്യമായിരിക്കും. അത് മറ്റുള്ളവർക്ക് കാണണമെന്നില്ല. പരലോകത്ത് വേറെ ശിക്ഷയും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, അല്ലാത്തവരും മനസ്സിലാക്കണം, യഥാർത്ഥ ശിക്ഷയായി അള്ളാഹു പിടികൂടുന്നത് പരലോകത്താണ്, ഇവിടെയല്ല. ഇവിടെ അവസരങ്ങൾ രണ്ടു കൂട്ടർക്കുണ്ട്. പക്ഷെ അള്ളാഹു പറയുന്നു ഹസ്ബുഹും ജഹന്നം യസ്ലൗനഹ, അവിടെ കിടന്ന് എരിയും, ആർത്തട്ടഹസിച്ച് കരയേണ്ടി വരും. ഫബിഅ്സൽ മസീർ, അത് എത്ര മോശമായ പര്യവസാന കേന്ദ്രമാണ്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.